ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് ശേഷമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാരൊക്കെ വ്യായാമം ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇന്ന് ബിഗിനേഴ്സിന് എന്ന് വെച്ചാൽ തുടക്കം നിങ്ങൾ വ്യായാമം ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു 4 എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ കാലുകളെയൊക്കെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു 4 എക്സസൈസുകൾ വളരെ സിമ്പിളായിട്ട് ഒരു കസേരയിൽ പിടിച്ചൊന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഈ എക്സസൈസ് പ്രോഗ്രാം എന്ന് പറയുന്നത് 60-65 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയേറെ ഉപകാരപ്പെടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ എന്താ ഒരു ചെയർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്തോളുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയറിൽ പിടിച്ച് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുക. ഒരു വശത്തോട്ട് മാറി നിൽക്കാം. ചെയറിൽ ഇതണക്ക് ഒരു കൈ കൊണ്ട് പിടിക്കാം. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നിങ്ങൾ ഒരു കൈ ഇതണക്ക് ഹിപ്പ് ഭാഗത്തായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഇതേപോലെ കണ്ടില്ലേ, 1 പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കാല് സാവധാനത്തിൽ. ഓക്കെ, ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഹിപ്പ് മസിൽസും ലെഗ് മസിൽസും ഒരേ കണക്ക് ആക്ടിവേഷൻ ആക്കും. അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട്സിനും നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 10 എണ്ണമൊക്കെ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സൈഡിലോട്ട് മാറി നിന്ന് ഇതേപോലെ അടുത്ത സൈഡിൽ ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ ചെയ്യുക. അപ്പം ഓരോ കാലിലും 10 എണ്ണം വെച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം രണ്ടാമത്തെ എക്സസൈസ് ഇതേ കണക്ക് തന്നെ ചെയറിൽ പിടിച്ച് ഇതേ കണക്ക് നിൽക്കുക. നിന്നതിന് ശേഷം ഒരു കാല് പതുക്കെ ഫ്രണ്ടിലോട്ട്, പതുക്കെ ഒന്ന് ബാക്കിലോട്ട്. കണ്ടില്ലേ, ഇതേപോലെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. ഇത് കണക്ക് നിങ്ങൾക്ക് കാല് മൂവ് ചെയ്യിപ്പിക്കാം. ഇതും നിങ്ങളുടെ കാലുകൾക്കും അത് കണക്ക് തന്നെ നിങ്ങളുടെ ഗ്ലോട്ട്സിനൊക്കെ നല്ല എക്സസൈസ് ആണ്. അതിനൊക്കെ തന്നെ നമ്മുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുവാനും ഈ എക്സസൈസുകൾ നല്ല രീതിയിൽ സഹായിക്കും. അപ്പം ഇത് ഒരു 10-15 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇതേ കണക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത കാലിനും ഇതേപോലെ ആവർത്തിക്കാം. ഫ്രണ്ടിലോട്ട് പതുക്കെ ബാക്ക്, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ചെയറിൽ പിടിച്ച് നിൽക്കുക. ചെയർ പിടിച്ചതിന് ശേഷം സൈഡിലോട്ട് ലെഗ് ഒന്ന് കാലൊന്ന് കൊണ്ടുപോവുക. ഇത്ര മാത്രം. ഓക്കെ, ഇതേ കണക്കൊന്ന് കൊണ്ടുപോവുക. അതിനുശേഷം ഇതേ കണക്കൊന്ന് ക്രോസ് ചെയ്യുക. നല്ല എക്സസൈസ് ആണ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു 10-15 എണ്ണം ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു വ്യായാമമാണിത്. വളരെ സാവധാനത്തിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്താൽ മതി. ഓക്കെ, വളരെ സാവധാനത്തിൽ ശ്രദ്ധാപൂർവം ഈ എക്സസൈസുകൾ പരിശീലിക്കുക. ഒരു കാലിൽ നമ്മൾ ഒരു 10-15 എണ്ണം ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത സൈഡിലോട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യണം കാല്. ഇത് കണക്ക് ഒന്ന് ക്രോസ് ചെയ്യുക. വെരി ഗുഡ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു എക്സസൈസുകളൊക്കെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയറിൽ പിടിച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം പതുക്കെ ഇങ്ങനെ കാല് മുകളിലോട്ട് ഉയർത്തുക. കണ്ടില്ലേ, സാവധാനത്തിൽ മുകളിലോട്ട് ഉയർത്തി ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഒരു കാലിൽ ഒരു 10-15 എണ്ണം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിൽ ആവർത്തിക്കുക. നൈസ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 എക്സസൈസുകളാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിശീലിക്കാവുന്ന എക്സസൈസുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾക്ക് വ്യായാമം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും, കൊച്ചു കൊച്ചു വ്യായാമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്രായമായി വരുന്നതോറും നമ്മുടെ ഹെൽത്തിനെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കൂടുതലും മരുന്ന് കഴിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം വ്യായാമത്തിൽ കൂടി. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.